നമസ്കാരം. വൈൽഡ് കാർഡിനും ചെറിയ രീതിയിൽ പണി കൊടുത്തു തുടങ്ങി ബിഗ് ബോസ്. ഇന്ന് എല്ലാരെയും വിളിച്ചിരുത്തിയിട്ട് വൈൽഡ് കാർഡിന്റെ ഒരു തുടർക്കഥയാണ്. 3 ദിവസം കൊണ്ട് 10 മിനിറ്റ് വെച്ച് അവസാനിക്കുന്ന ഒരു തുടർക്കഥ ഇവർക്ക് കൊടുക്കുകയാണ്. അതായത് 10 മിനിറ്റിനുള്ളിൽ 2 മിനിറ്റ് വെച്ചോ 3 മിനിറ്റ് വെച്ചോ എടുക്കാം. എല്ലാവർക്കും വേണേൽ പങ്കെടുക്കാം. 2 പേർക്കോ 3 പേർക്കോ പങ്കെടുക്കാം. ബാക്കി ആളുകൾ അടുത്ത ദിവസം ബാക്കി ഈ വരുന്ന ടൈം ഉപയോഗിച്ച് 3 ദിവസം കൊണ്ട് ഈ 30 മിനിറ്റ് ടോട്ടൽ കിട്ടുന്ന 3 ദിവസത്തിലെ കഥ പറയണം. അതായത് നല്ലൊരു ഇതായിട്ട് പറയണം. എന്നിട്ട് ഈ ഹൗസ് അംഗങ്ങള് ജഡ്ജ്മെന്റ് ചെയ്യണം, ഇതിനകത്ത് ആരുടെ ജീവിതകഥയാണ് നല്ലത് എന്ന്. അവരെ നോമിനേഷനിൽ വരുത്തില്ല. ബാക്കി 4 പേരും ഡയറക്റ്റ് നോമിനേഷനാണ്. ബിഗ് ബോസിന്റെ ചെറിയ പണിയല്ല, ഇച്ചിരി വലിയ കട്ടിയ പണിയാന്ന് തോന്നുന്നു. എന്തായാലും ശരി, അതിന് അങ്ങനെ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി ആക്ടിവിറ്റി റൂമിൽ ഇതിലേക്ക് വരുന്നു. വന്നു കഴിയുമ്പോൾ ആദ്യം പ്രവീൺ വരുന്നു, 2ാമത് മസ്താനി വരുന്നു, സാബുമാൻ വരുന്നു, 3ാമത് വേദലക്ഷ്മി വരുന്നു. പ്രവീണ് ഓക്കെ, എല്ലാം പുള്ളിയുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മസ്താനി അവരുടെ ഒരു ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ പറഞ്ഞത്. സാബുമാൻ ഒരു കാർട്ടൂൺ കണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു ദോഷവശ ഉള്ള ഒരു ആളായിരുന്നു, പിന്നെ അത് മാറി ഡാൻസിലേക്കൊക്കെ വന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ കഥ പറഞ്ഞു. പക്ഷെ ആദ്യമേ പുള്ളിക്ക് തെറ്റി, പറയുന്നതിൽ തെറ്റിയിട്ടുണ്ട്, തപ്പ് വന്നു. അപ്പോഴേ അവിടെ മിസ്റ്റേക്കാണ്. 2 പ്രാവശ്യം പുള്ളിയുടെ സാബുമാന്റെ വാക്കുകൾ തെറ്റുന്നതായിട്ട് കണ്ടു. അപ്പൊ അതുകൊണ്ട് പുള്ളി പുള്ളി വരുത്തില്ല. 4ാമത് വന്നതാണ് വേദലക്ഷ്മി അത്യാവശ്യം നല്ല സ്പീച്ചാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു സെന്റിമെന്റൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സെന്റിമെന്റൽ. അത് തന്നെയാണ് എടുത്തത്. ബാല്യകാലവും ഒന്നും അല്ല എടുത്തേക്കുന്നത്. 22 വയസ്സിൽ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയി എന്നുള്ള ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യത്തോടു കൂടി തുടങ്ങുന്നു. അതല്ല, അതിലുപരി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുവാൻ മംഗലാപുരത്തേക്ക് ട്രെയിനിൽ പോകുന്ന സമയത്ത് അച്ഛനിൽ നിന്ന് മോശം അനുഭവം ലഭിച്ചെന്ന് പറയുന്നു. ഒരു പെൺകുട്ടി ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾ കേരള സമൂഹത്തിൽ നടക്കുന്ന ചെയ്തികൾ എന്താണ്? അപ്പം അതൊരു വലിയ ഷോക്കായിരുന്നു, വലിയ ഒരു ടോക്സിക് കാര്യമായിരുന്നു. അതിന് ട്രോമ ആയി. അതിൽ പിന്നെ അങ്ങനെ അച്ഛനിൽ നിന്നുണ്ടായ അതിന് ശേഷം പിന്നെ പുള്ളിക്കാർ തന്നെ എങ്ങനെയും പൈസ ഉണ്ടാക്കണം. പുള്ളിയുടെ കയ്യിലൊന്നും പൈസ ഇല്ലായിരുന്നു. അപ്പം അതൊരു വലിയ സംഭവമായി ജീവിതത്തിലെ മനസ്സിനൊരു ഏറ്റവും മുറിവായിട്ട് കിടക്കുന്നു. എനിക്കത് നല്ല കഥ അത് തന്നെ ആയിരിക്കും. ഏകദേശം സെന്റിമെന്റിലും വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ നല്ല കഥ എനിക്ക് തോന്നിയത്, ബാക്കി ബിഗ് ബോസ് അംഗങ്ങളാണ് എല്ലാവരുടെയും കഥ കേട്ടിട്ട് തീരുമാനിക്കേണ്ടത്. സാബുമാൻ വരുത്തില്ല. വേദലക്ഷ്മിയുടെ കഥ ഇന്നത്തെ അത്യാവശ്യം കൊള്ളാം. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.